ബിസ്മില്ല അൽഹംദുലില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹാബിമാരോടൊപ്പം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അതുപോലെ തന്നെ ബുദ്ധിശക്തിയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ അറിവ് സമ്പാദനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. വിജ്ഞാന സമ്പാദനത്തിനായി സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുകയായിരുന്നു യുവാവായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്. എല്ലാ പരിശ്രമവും അദ്ദേഹം അതിനായി നടത്തിക്കൊണ്ടേയിരുന്നു. നബി തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ വിജ്ഞാനത്തിൻ്റെ ആ മഹാപ്രവാഹത്തിൽ നിന്ന് ആവോളം കോരിക്കുടിച്ചു. തൻ്റെ വൈജ്ഞാനിക ദാഹം തീർക്കുമായിരുന്നു അബ്ദുള്ള റസൂൽ തിരുമേനിയുടെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും സഹാബിമാരുടെ കൂട്ടത്തിലെ അവശേഷിച്ച വലിയ പണ്ഡിതന്മാരിലായിരുന്നു. അവരിൽ നിന്നു കാര്യങ്ങൾ ഓരോന്നും ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു. തൻ്റെ അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തിരുമേനിയുടെ അനുചരന്മാരിൽ ആരുടെയെങ്കിലും പക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന കാര്യം അറിയാനിടയായാൽ മധ്യാഹ്ന വിശ്രമ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ എത്തുമായിരുന്നു. അങ്ങനെ എൻ്റെ മേൽക്കുപ്പായം തലയണയാക്കി ഞാൻ അദ്ദേഹത്തിൻ്റെ പടിക്കൽ കിടന്നു വിശ്രമിക്കും. കാറ്റ് അടിച്ചു വീശി എന്നെ മണലുകൊണ്ടു പൊതിയുമായിരുന്നു. അകത്തേക്കു കടക്കാൻ അനുവാദം ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ അനുവദിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് അസൗകര്യമാവാതിരിക്കാനാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ ഈ അവസ്ഥയിലാവും കാണുക. അപ്പോൾ അയാൾ പറയും, അള്ളാഹുവിൻ്റെ ദൂതരുടെ പിതൃവ്യ പുത്രനാണോ ഇത്? താങ്കൾ എന്താവശ്യത്തിനാണ് എൻ്റെ അടുക്കൽ എത്തിയത്? ആരുടെയെങ്കിലും പക്കൽ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരുമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മറുപടി നൽകിയിരുന്നത്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരിക എന്നതാണ് കൂടുതൽ ശരിയായത്. കാരണം അറിവന്വേഷിച്ച് നമ്മൾ പോവുകയാണ് വേണ്ടത്, അറിവ് നമ്മെ തേടി വരികയല്ല. തുടർന്ന് പ്രസ്തുത ഹദീസിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യും. അറിവ് സമ്പാദിക്കുന്നതിനായി സ്വയം താഴ്ന്നപ്പോഴൊക്കെ അറിവിൻ്റെ പുതിയ പുതിയ ചക്രവാളങ്ങൾ കീഴടക്കി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഉയരങ്ങളുടെ പടവുകൾ കയറുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവ്യ വെളിപാടുകൾ എഴുതി സൂക്ഷിക്കുന്ന ചുമതല ഏൽപ്പിച്ച സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, മദീനയിൽ വിധി തീർപ്പുകൾ നൽകുന്നതിലും കർമ്മശാസ്ത്രം, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനന്തരാവകാശ നിയമ പ്രശ്നങ്ങൾ എന്നിവയിലെല്ലാം ഏറ്റവും വലിയ ആശ്രയമായി കരുതിയത് അദ്ദേഹത്തെയായിരുന്നുവല്ലോ. ഒരിക്കൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ വാഹനപ്പുറത്ത് കയറാൻ തുനിയുമ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഒരു അടിമ യജമാനൻ്റെ മുമ്പിൽ എന്ന പോലെ വിനയപൂർവ്വമാണ് ആ നിൽപ്പ്. അബ്ദുള്ളയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വാഹനം പിടിച്ചു നിർത്തി കൊടുക്കുന്നതും അതിൻ്റെ കടിഞ്ഞാൺ കയ്യിലേൽപ്പിക്കുന്നതുമൊക്കെ. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരുടെ പിതൃവ്യ പുത്ര, താങ്കളത് വിട്ടേക്കുക. അതുകേട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരോട് ഈ വിധം പെരുമാറാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അബ്ദുള്ള, താങ്കളുടെ കൈ ഒന്ന് കാണിക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈ സെയ്ദിൻ്റെ നേരെ നീട്ടിക്കാണിച്ചു. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേരെ ചാഞ്ഞ് ആ കൈ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പ്രവാചകൻ്റെ കുടുംബത്തോട് ഈ വിധം ചെയ്യാനാണ് നാം കൽപ്പിക്കപ്പെട്ടത്. വിജ്ഞാന സമ്പാദനത്തിനായി സ്വയം സമ്പൂർണ്ണ സമർപ്പിതനായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഈ ആത്മസമർപ്പണം പല പ്രഗത്ഭരെയും അതിശയിപ്പിക്കുക തന്നെ ചെയ്തു. താബികളിൽ ഉൾപ്പെട്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളായ മസ്റുഖ് ബിനുൽ അത് പറയുന്നു, ഞാൻ ഇബ്നു അബ്ബാസിനെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവും,
ജനങ്ങളിൽ ഏറ്റവും സുന്ദരൻ. അദ്ദേഹം വല്ലതും ഉച്ചരിക്കുന്നത് കേട്ടാൽ ഞാൻ പറഞ്ഞു പോവും. ജനങ്ങളിൽ ഏറ്റവും സ്ഫുടമായി സംസാരിക്കുമ്പോൾ, അദ്ദേഹം സംസാരിച്ചു കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോവും, ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവൻ. വിജ്ഞാന സമ്പാദന മാർഗത്തിൽ ഞാൻ ആഗ്രഹിച്ചിടത്തോളം കരസ്ഥമാക്കാൻ സാധിച്ചതോടെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനത്തിന് അറിവ് പകരുന്ന ഗുരുവായി സ്വയം മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനം മുസ്ലിങ്ങൾക്കായുള്ള ഒരു സർവകലാശാല തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, ആധുനിക സർവകലാശാലകളിൽ വിദഗ്ധരായ ധാരാളം പ്രൊഫസർമാരുണ്ടാവും. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സർവകലാശാലയിൽ വിദഗ്ധനായ ഒരു പ്രൊഫസർ മാത്രമേ ഉള്ളൂ. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വിവരിക്കുന്നു, ഇബ്നു അബ്ബാസിൻ്റെ വിജ്ഞാന സദസ്സ് ഞാൻ കണ്ടതാണ്. ഖുറൈശികൾക്ക് മുഴുവനും അഭിമാനിക്കാൻ ആ ഒറ്റക്കാര്യം തന്നെ മതിയാവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴികളൊക്കെയും സന്ദർശകരെ കൊണ്ടു നിറയുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ജനങ്ങൾ നിറഞ്ഞതു കാരണം പുതുതായി ആർക്കും കടന്നുവരാൻ കഴിയാത്ത വിധം വഴികൾ ഇടുക്കമുള്ളതായി മാറുമായിരുന്നു. ജനങ്ങൾ തൻ്റെ വാതിൽക്കൽ തടിച്ചുകൂടിയ വിവരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം പറയും, എനിക്ക് വുളു നിർവഹിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു വയ്ക്കുക. തുടർന്ന് വുളു നിർവഹിച്ച് അദ്ദേഹം അവിടെ ഇരുന്ന് പറയും, നീ പോയി അവരോട് ഇങ്ങനെ പറയുക, ആരെങ്കിലും വിശുദ്ധ ഖുർആനെക്കുറിച്ചും അതിലെ അക്ഷരങ്ങളെക്കുറിച്ചോ വല്ലതും ചോദിച്ചറിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അകത്തേക്ക് കയറി വരട്ടെ. അപ്പോൾ ഞാൻ പുറത്തു വന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ധാരാളം ആളുകൾ വീടിനകത്തേക്ക് കയറി വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന മുറിയും വീടും മുഴുക്കെ തന്നെയും ആളുകളെ കൊണ്ട് നിറഞ്ഞു. അവർ ചോദിച്ച ഓരോ ചോദ്യത്തിനും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകി കഴിഞ്ഞിരുന്നു. അവരുടെ ചോദ്യങ്ങൾ കൂടിക്കൂടി വന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടിയും നീണ്ടുപോയി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. അവരെല്ലാവരും പുറത്തു കടന്നു. പിന്നീട് അദ്ദേഹം തൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, പുറത്തു ചെന്ന് ഇങ്ങനെ വിളിച്ചു പറയുക, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനവും വിവരണവും ഒക്കെയായി ബന്ധപ്പെട്ട വല്ലതും ചോദിക്കുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അകത്തേക്ക് കടന്നു വരിക. ഞാൻ പുറത്തു ചെന്ന് അപ്രകാരം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ധാരാളം ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചു. മുറിയും വീടും നിറയെ ആളുകളായി. അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. ഒന്നും വിട്ടുകളയാതെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഏറെ നേരം അത് നീണ്ടുനിന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുക. അങ്ങനെ അവരെല്ലാവരും പുറത്തു കടന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പുറത്തു കടന്ന് ഇങ്ങനെ വിളിച്ചു പറയുക, ആരെങ്കിലും അനുവദനീയമായ കാര്യങ്ങളെക്കുറിച്ചും നിഷിദ്ധമായ കാര്യങ്ങളെക്കുറിച്ചും കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അകത്തേക്ക് കയറി വരിക. അങ്ങനെ ഞാൻ പുറത്തു കടന്ന് അപ്രകാരം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആളുകൾ അകത്തേക്ക് ധാരാളമായി പ്രവഹിച്ച് ആ മുറിയും വീടുമൊക്കെ നിറഞ്ഞു. അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാറ്റിനും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടിയും നൽകി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് വഴിയൊരുക്കി കൊടുക്കുക. അപ്പോൾ അവരെല്ലാവരും പുറത്തുപോയി. തുടർന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, പുറത്തു ചെന്ന് ഇപ്രകാരം വിളിച്ചു പറയുക, ആരെങ്കിലും അനന്തരാവകാശ നിയമത്തെക്കുറിച്ചോ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചോ വല്ലതും ചോദിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അകത്തേക്ക് കയറി വരിക. ആളുകൾ അകത്തേക്ക് കയറി വന്ന് ആ മുറിയും വീടും നിറഞ്ഞു. അവർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. എല്ലാറ്റിനും അദ്ദേഹം മറുപടിയും നൽകി. ഏറെ സമയം അത് നീണ്ടുനിന്നു. തുടർന്ന് അവരൊക്കെ പുറത്തു കടന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ പുറത്തു ചെന്ന് ഇങ്ങനെ വിളിച്ചു പറയുക, ആരെങ്കിലും അറബി ഭാഷ, കവിത, അറബികളുടെ വ്യത്യസ്ത സംസാര ശൈലികൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വല്ലതും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അകത്തേക്ക് കടന്നു വരിക. ഞാൻ അപ്രകാരം വിളിച്ചു പറയുകയും ധാരാളം ആളുകൾ അവിടേക്ക് കടന്നു വരികയും അവിടമാകെ നിറയുകയും ചെയ്തു. അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും അവയ്ക്കൊക്കെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. അത് ഏറെ നേരം നീണ്ടുപോവുകയും ചെയ്തു. ഈ സംഭവം രേഖപ്പെടുത്തിയ വ്യക്തി തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്, ഖുറൈശികൾ ഇതിൻ്റെ പേരിൽ അഭിമാനം കൊണ്ടിരുന്നു വെങ്കിൽ ന്യായമായും അഭിമാനം കൊള്ളാവുന്ന കാര്യം തന്നെയായിരുന്നു അത്. ഇബ്നു അബ്ബാസിൻ്റെ വീട്ടുപടിക്കൽ അറിവ് തേടി വരുന്നവരുടെ തിക്കും തിരക്കും കൂടിക്കൂടി വന്നതേയുള്ളൂ. ഒടുക്കം ജനബാഹുല്യം കുറയ്ക്കാൻ ആഴ്ചയിലെ ഓരോ ദിവസം ഓരോ വൈജ്ഞാനിക ശാഖകൾക്കായി നീക്കിവെച്ചു. അദ്ദേഹം അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണമായി ഖുർആൻ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാറ്റിവെച്ചു. അന്ന് മറ്റു യാതൊന്നും ചർച്ച ചെയ്യില്ല.
മറ്റൊരു ദിവസം കർമ്മശാസ്ത്ര വിഷയങ്ങൾക്കും വേറൊരു ദിവസം നബി തിരുമേനിയുടെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മാത്രവും, ഒരു ദിവസം കവിതകൾക്കും ഒരു ദിവസം അറബികളുടെ ചരിത്ര നാളുകളുമായി കുറിക്കപ്പെട്ട യുദ്ധദിനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനായി നിശ്ചയിക്കപ്പെട്ടു. ആ സദസ്സിൽ വന്നിരുന്ന് അദ്ദേഹത്തെ ശ്രവിച്ച ഒരു പണ്ഡിതനും വിനയാന്വിതനായി അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ടല്ലാതെ തിരിച്ചു പോയിട്ടില്ല. അറിവ് തേടി വന്ന ഒരാളും അത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് കിട്ടാതെ തിരികെ പോയിട്ടുമില്ല. വളരെ പ്രായം കുറഞ്ഞ ആളായിരുന്നെങ്കിലും അഗാധമായ പാണ്ഡിത്യവും കർമ്മശാസ്ത്രത്തിലെ പ്രാഗൽഭ്യവുമൊക്കെ കാരണമായി സ്വച്ചരിതരായ 4 ഖലീഫമാരും അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ വളരെയേറെ ആദരിക്കുകയും കൂടിയാലോചനകൾക്ക് വിളിക്കുകയും ചെയ്യും. വല്ല കാര്യവും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടാവുകയോ വല്ല പ്രശ്നവും നേരിടുകയോ ചെയ്യുമ്പോഴൊക്കെ 2ാം ഖലീഫ ഉമറുബ്നു ഖത്താബ് എന്നവർ മുതിർന്ന പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടും. കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെയും അദ്ദേഹം സദസ്സിൽ വിളിച്ചുകൂട്ടുമായിരുന്നു. അദ്ദേഹം സദസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഉമർ അല്ലാഹുവിൻ്റെ ഇരിപ്പിടം താഴ്ത്തിവെക്കുകയും അബ്ദുള്ളയുടെ ഇരിപ്പിടം ഉയർത്തിവെക്കുകയും ചെയ്യും. അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് ഈ വിധം മുൻഗണന നൽകുന്നതിനും പ്രായം ചെന്ന പണ്ഡിതന്മാരോടൊപ്പം അദ്ദേഹത്തെയും വിളിച്ചു വരുത്തുന്നതിനും ഒരിക്കൽ ഉമർ അല്ലാഹുൻഹു ആക്ഷേപിക്കപ്പെടുകയുണ്ടായി. അന്ന് അബ്ദുള്ള എന്നവർക്ക് യൗവനം പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ഉമർ അല്ലാഹുൻഹു മറുപടി നൽകിയത് ഇതായിരുന്നു: അറിവിലും അനുഭവ സമ്പത്തിലും പ്രായം ചെന്നവരെ വെല്ലുന്ന യുവാവാണ് അദ്ദേഹം. അറിവ് അന്വേഷിക്കുന്ന ഒരു നാവും ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയവും അദ്ദേഹത്തിനുണ്ട്. ചില വിഷയങ്ങളിൽ പ്രത്യേകമായി പഠനം നടത്താൻ ആഗ്രഹിച്ചവർക്ക് അറിവ് പകരാൻ ശ്രമിച്ചപ്പോഴൊന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പൊതുജനത്തിന് തൻ്റെ മേലുള്ള അവകാശങ്ങളൊന്നും വിസ്മരിച്ചില്ല. അവർക്ക് ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും നൽകാൻ പ്രത്യേക സദസ്സുകൾ തന്നെ അദ്ദേഹം സംഘടിപ്പിച്ചു. തിന്മയിൽ മുഴുകിയ ഒരു സംഘത്തെ ഒരിക്കൽ അദ്ദേഹം ഉപദേശിച്ചു: തിന്മകളിൽ ഏർപ്പെടുന്നവരെ, നിങ്ങളുടെ പാപങ്ങളുടെ പേരിലുണ്ടാവുന്ന ശിക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ നിർഭയരായി കഴിയരുത്. ഒരു പാപകൃത്യത്തെ തുടർന്ന് അതേ പാപകൃത്യം വീണ്ടും ചെയ്യുന്നതും കൂടുതൽ ശിക്ഷാർഹമാണ്. നീ പാപകൃത്യം ചെയ്യുമ്പോൾ നിന്റെ ഇടത്തും വലത്തും ഉള്ളവർ കാണുന്നതിൽ നിനക്ക് നാണം തോന്നാതിരിക്കുന്നത് നിന്റെ പാപകൃത്യത്തെ കൂടുതൽ ഗൗരവമേറിയതാക്കുകയാണ് ചെയ്യുന്നത്. നീ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ നീ സന്തോഷിച്ചു ചിരിക്കുന്നുവെങ്കിൽ അത് ആ പാപത്തെ കൂടുതൽ കടുപ്പമേറിയതാക്കുന്നു. നിനക്കറിയില്ല അള്ളാഹു അതിൻ്റെ പേരിൽ നിന്നെ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന കാര്യം. പാപം ചെയ്തു കഴിഞ്ഞ ശേഷം അതിൻ്റെ പേരിൽ നീ സന്തോഷിക്കുന്നുവെങ്കിൽ ആ പാപം കൂടുതൽ കടുപ്പമേറിയതായി മാറുന്നു. നീ ഉദ്ദേശിച്ച ഒരു പാപകൃത്യം ചെയ്യാൻ കഴിയാതെ അതിൻ്റെ പേരിൽ നീ ദുഃഖിക്കുന്നുവെങ്കിൽ അത് നിന്റെ പാപകൃത്യം ഗൗരവമേറിയതാക്കി മാറ്റുന്നു. നീ പാപം ചെയ്യുമ്പോൾ കാറ്റ് നിന്റെ മറയെ നീക്കിക്കളയുന്നതിനെ ഭയപ്പെടുകയും എന്നാൽ അള്ളാഹു നിന്റെ കൃത്യം കാണുന്നുവെന്ന കാര്യം നിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ ചെയ്ത പാപത്തിൻ്റെ ഗൗരവം വളരെ കടുപ്പമേറിയതായി മാറുന്നു. താൻ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന കൂട്ടത്തിലല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ താൻ വർജിക്കാത്ത കാര്യങ്ങൾ വർജിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കൂട്ടത്തിലുമല്ല അദ്ദേഹം. പകലുകളിൽ നോമ്പനുഷ്ഠിക്കുന്നതും രാവുകളിൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്നതും അദ്ദേഹത്തിന് പതിവ് ശീലമായിരുന്നു. അബ്ദുല്ലാഹിബ്നു മുലൈക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഞാനൊരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. രാത്രി ഞങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങി വിശ്രമിക്കും. ക്ഷീണം കാരണം എല്ലാവരും ഗാഠനിദ്രയിലാവുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നു നമസ്കരിക്കുമായിരുന്നു. ഒരു രാത്രി ഖുർആനിലെ ഈ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ്. എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുന്നുവോ അതെത്രേ ഇത്. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൻ്റെ അർത്ഥമാണിത്. അദ്ദേഹം ഈ ആയത്ത് ആവർത്തിച്ചാവർത്തിച്ച് ഓതിക്കൊണ്ട് ഉച്ചത്തിൽ കരയുകയായിരുന്നു. പ്രഭാതമാവുന്നതുവരെ ആ അവസ്ഥ തുടർന്നു. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമുണ്ട്. ജനങ്ങളിൽ ഏറ്റവും സുന്ദരനും പ്രക്ഷോഭിതമായ മുഖത്തിൻ്റെ ഉടമയുമായിരുന്നു അദ്ദേഹം. അള്ളാഹുവോടുള്ള ഭയഭക്തി കാരണം രാത്രിയിലേറെയും കരയുമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ തുടുത്ത സുന്ദരമായ കവിളുകൾ കണ്ണുനീരൊഴുകി ചാലുള്ളവയായി മാറി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ വൈജ്ഞാനിക പ്രയത്നങ്ങളിൽ വളരെ വലിയ ഉയരങ്ങൾ കീഴടക്കുകയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഖലീഫ മുആവിയ ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ടു. മുആവിയയോടൊപ്പം തൻ്റെ നാട്ടിലെ ഒരു നിര ആളുകൾ തന്നെ അകമ്പടി സേവകരായുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബിനു അബ്ബാസും ഹജ്ജിനു വേണ്ടി ആ വർഷം പുറപ്പെട്ടിരുന്നു. അദ്ദേഹത്തോടൊപ്പം അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ലക്ഷണങ്ങളായി അകമ്പടി സേവകന്മാരോ മറ്റോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഖലീഫയുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ എണ്ണത്തെക്കാൾ എത്രയോ ഇരട്ടി ശിക്ഷഗണങ്ങൾ അറിവ് തേടി അദ്ദേഹത്തിനു ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധന്യമായ ജീവിതം 71 വർഷം നീണ്ടുനിന്നു. ആ കാലയളവിലുടനീളം അദ്ദേഹം പ്രപഞ്ചമാകെ തൻ്റെ അറിവിൻ്റെയും ദൈവഭക്തിയുടെയും തത്വചിന്താപരമായ വിലയിരുത്തലുകളുടെയും സൗരഭ്യം പരത്തി. 71-ാമത്തെ വയസ്സിൽ ഒരു സുനിശ്ചിതമായ മരണമെന്ന പ്രതിഭാസം അദ്ദേഹത്തെയും ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് അലിയുബിന് അബി ത്വാലിബിൻ്റെ മകൻ മുഹമ്മദാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ളവരും താബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭരായ പലരും അദ്ദേഹത്തിൻ്റെ ജനാസയെ അനുഗമിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഖബറിൽ ഇറക്കിവെച്ച് അതിനുമേൽ 3 പിടി മണ്ണ് വാരിയിടുമ്പോൾ ആരോ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്നതായി അവർ കേൾക്കുകയുണ്ടായി. ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് തൃപ്തി ലഭിച്ചും മടങ്ങിക്കൊള്ളുക. അങ്ങനെ എൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചുകൊള്ളുക, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. ഇത് വിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ അധ്യായത്തിലെ 27 മുതൽ 30 വരെയുള്ള വചനങ്ങളുടെ അർത്ഥമാണ്. ഇതോടുകൂടിയിട്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അവസാനിക്കുന്നു. തുടർന്നും സഹാബിമാരോടൊപ്പം എന്ന ഈ ഒരു പ്രോഗ്രാമുമായി ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒപ്പം ഷെയർ ചെയ്യുകയും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.